ഒബാമ ഇപ്പൊ ഇങ്ങെത്തും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോയുടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ മടിച്ചായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞാൽ അടുത്തത് 10ാം ക്ലാസ്സിലാ. മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചാർജ് ചെയ്തില്ലേ? കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും. അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയ ഇവനെ തല്ലി ഓടിക്കുന്നവരെ ഞാൻ ഏറ്റുന്നു. മോനെ, എന്താ അവനെ സൂക്ഷിക്കണം, അവന് ഭ്രാന്താ, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ, അവിടെ എന്തോ പ്രതിസന്ധിയാ. മോളെ വാ പോവാ, നീ മൊബൈൽ ചാർജ് വാ. നടക്ക. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിശന്ത തണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടിൽ കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ? ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ല വാനർ സംഘം. മാറ് മാറ് മാറ്, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശ്വരനുള്ള നിവേദ്യമാണ്. ഉന്നം പിഴച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരു അപേക്ഷയുണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് പോകല്ലടാ. അയ്യോ, രാമേട്ടൻ വിളിച്ചിരുന്നു. സിദ്ധമൈത്തൻ ഇപ്പം കത്തും. ആണോ? രക്ഷപ്പെട്ടു. എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാകും. ഞാൻ ഗോപി. അത് ഈ ഗോപിക്കുറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പേര് പോലെ തന്നെ എന്റെ ലൈഫും ഗോപിയാ. എന്താ രോഗം? ഞാനൊരു കല്യാണം കഴിച്ചു. അതൊരു രോഗമല്ലല്ലോ. ആണ്. ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു. പാലിൽ പഞ്ചാര കളിക്ക പോലെ. ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എന്റെ അമ്മായിയപ്പനായിരുന്നു. അയ്യേ, തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയമുണ്ടായിരുന്നു. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു തന്നു. അത് ട്രയലൊടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത്. എന്താ മോനെ ഗോപിക്കുട്ടാ? എന്താ അച്ഛാ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോട്ടേടാ. ഓ, ഇതാണോ ഗിയർ? ഈശ്വരാ, എന്റെ മരുമോന് സഹപാഠി. അയ്യോ അയ്യോ, ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത്? അന്നൊരു കാൽപ്പഴ പറ്റിയതാ. ചത്താ? കൊല്ലു ഞാൻ. ചത്തെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പയറ് പോലെ ഓടി നടക്കണം. അന്ന് വട്ടായതാ. ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര 16കാരിയായ മോക്ക് കാവലിരിക്കുക. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, അവിൽപ്പതി, എന്തിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി. വട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. വൈദ്യരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, എന്നാലേ എനിക്കൊരു ദാമ്പത്യമുള്ളൂ. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേശാനന്ദ സ്വാമികൾ പിന്നെയല്ലേ ഈ കുഴിയാനാ. കിഴിപിടിക്കൂ. എല്ലാം എന്റെ അളിയന്റെ ഭാഗ്യം. അയ്യോ, എന്റെ അമ്മേ, എന്റെ കൊല്ലാമല്ലേ. നിന്റെ അച്ഛന് വണ്ടി കൂടിയടാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കല്ല. ഞാൻ ചൂണ്ടുവരലേ നിർത്തും. എന്റെ ഹെൽമെറ്റ് വന്നിട്ട് പോ. അങ്ങോട്ട് പോണ്ട, കാശ് കൊടുക്കാനുള്ളതാ. ഞാൻ അടഞ്ഞ മഹാപശക. വല്ലുവട്ടൻ, ഞാൻ കൊല്ലും. ഇതെന്താ ഇല്ലയാ? നിന്റെ അപ്പനടി. ഇയാളെന്താ കമന്ന് കിടന്ന് മണ്ണ് തിന്നണം? ഇവൻ എന്നെ ഓടിച്ച് ഹിമാലയം വരെ കയറ്റുമെന്നാ തോന്നുന്നത്. ഹെൽമെറ്റ് കിട്ടി, ഭാഗ്യം പൊട്ടിയില്ല. പൊട്ടി. താങ്ക് യു ഏട്ടാ. ഞാൻ സൂപ്പിക്കടാ. എന്നെ ഓടിച്ചിട്ട് ഞാൻ തുപ്പും. ഞാൻ കാർക്കിച്ചത് പോടാ, കൊല്ലും ഞാൻ നിന്നെ. പിന്നെ അയ്യോ, ഇവിടെ ഒളിക്കാൻ ഒരു ഗുഹ പോലും ഇല്ലല്ലോ.
എവിടെ ആളുടെ മുമ്പ് നീ അവന്റെ മുടി ഞാൻ പൊട്ടടിക്കും. രക്ഷപ്പെട്ടു. വട്ടം കഴിഞ്ഞപ്പോ പട്ടി, എന്നാലും വട്ടനേക്കാൾ ഭേദവാ പട്ടി. ഉള്ളാനിരിക്കണേനല്ലേ ഇത് ഞാൻ മുള്ളിക്കാടാ. ഓ, പെനാൽറ്റി കിട്ടിയത് ഭാഗ്യം. നിൽക്കാനല്ലേ ഞാൻ ഓടുന്നത്. ഇതെവിടെ പോയി? ആ അയ്യേ, எல்லாம் போய். ஐயோ கடவுளே கடவுளே, என்னாச்சடி? யாரு மேல ஏறி எல்லாமே பார்த்தாச்சு. பார்த்தாச்சா? எல்லாமே பார்த்தாச்சா? நானே இது வரைக்கும் ஒண்ணுமே பார்த்ததில்லை. ആ, ഈ ഹെൽമെറ്റ് വെച്ചാൽ ആരും തിരിച്ചറിയില്ല. ഇവന് ഞാൻ കാശ് കൊടുക്കാനില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. ഇവിടെ ആകുമ്പോ ഒരു പട്ടിയും കാണില്ല. ഈശ്വരാ, പട്ടി മാത്രമല്ല അവിടെ. മൊട്ടാഭിഷേകോ? താൻ എന്ത് മണിയാണോ കാണിച്ചത്? മൊട്ട പൊട്ടിന്ന് തോന്നുന്നു. എവിടെ ഒന്ന് ഒളിക്കുക? എവിടെ നിന്നാണ് ഒരു മുട്ടയുടെ നാറ്റം? നായിന്റെ മോൻ എവിടെ പോയി ഒളിച്ചു? ഞാൻ തുമ്മിയ മണ്ട ചുമ്മാതല്ല വട്ടം വിളിക്കണത്. മോളു നിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോയി വേതാളം? അവനെ നീ ഞാൻ പാതാളത്തിലാക്കും. ഈ വട്ടനെ ചികിത്സിക്കാൻ കണ്ടൊരു നേരം, ഇതിപ്പോ എന്നെ ചികിത്സിക്കേണ്ട ഗതിയായി. അയ്യോ അയ്യോ, അയ്യോ. കള്ളസ്വാമി പേടിച്ച് ഓടിപ്പോയെന്നാ തോന്നണത്. കരിപ്പൂതത്തിന് തീ പിടിച്ചേ. ഭൂതമല്ലേ